പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ ആക്രമണങ്ങളാണ് നടക്കുന്നത്. 51 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ തന്നെ 6 പേര് സുരക്ഷാ ജീവനക്കാർ, 12 ഭീകരർ, പിന്നെ സാധാരണക്കാർ. അപ്പം ആ മേഖല, അതായത് ബലൂചിസ്ഥാൻ അവിടെ നിന്ന് വിട്ടുമാറി സ്വന്തം രാജ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് 10-15 വർഷമായിട്ട് തന്നെ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന സമരം നടത്തുന്നു എന്ന് കേട്ടെ. അവരാണ് ഈ കൊലപാതകത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. എന്തായിരിക്കും അവിടെ നടക്കുന്ന സംഭവങ്ങൾ? അതെ, ബലൂചിസ്ഥാൻ വാസ്തവത്തിൽ ഭാരതത്തിൽ ചേരാൻ ആഗ്രഹിച്ച ഒരു പ്രവിശ്യയാണ്. പക്ഷേ അന്ന് ഭാരതത്തിൽ ചേരണമെങ്കിൽ പാകിസ്ഥാനിൽ ചേരാൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒരു കോമൺ ബോർഡർ ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അതൊരു ബേസിക് കണ്ടീഷനാണ്. അപ്പോൾ ബലൂചിസ്ഥാനും ഭാരതവും തമ്മിൽ കോമൺ ബോർഡർ ഇല്ല. ഭാരതവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ ബലൂചിസ്ഥാൻ അന്നേ ഭാരതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമായിരുന്നു. ഈ ഒരു കണ്ടീഷനിലാണ് ബലൂചിസ്ഥാൻ തെറിച്ചുപോയത്. ബലൂചിസ്ഥാനിൽ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. നല്ല ഹിന്ദു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. ബലൂചികൾക്ക് ഹിന്ദുക്കളോട് വലിയ വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, കശാപ്പ് ചെയ്തു എന്നുള്ള വാർത്തകളൊന്നും കേൾക്കുകയുമില്ല. ബട്ട് ഭാരതവുമായിട്ട് ചേരാൻ പറ്റാതെ അവർ ശ്വാസം മുട്ടി. പാകിസ്ഥാനിൽ പലവിധ ഭരണങ്ങൾ വന്നു. കൂടുതലും പട്ടാള ഭരണമായിരുന്നു പാകിസ്ഥാനിൽ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാനിൽ ജനാധിപത്യ പ്രധാനമന്ത്രിമാർ എണ്ണത്തിൽ വളരെ കുറവാണ്. അധികാരത്തിൽ വന്നവർ തന്നെ താമസിയാതെ അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. അതാണ് പാകിസ്ഥാൻ്റെ ചരിത്രം. അപ്പോൾ ഇതിലൊക്കെ പെട്ട് ശ്വാസം മുട്ടിക്കഴിയുന്ന ബലൂചിസ്ഥാനിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നും പറയും, BLA. അവർ ഒരു സായുധ സംഘമായിട്ട് രൂപപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാൻ വല്ലാതെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തലപൊക്കി. ഇവരെ സഹായിക്കാനും പല രീതിയിൽ ആൾക്കാരുണ്ട്. അഫ്ഗാനിസ്ഥാന് താല്പര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇവരെ വെച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിട്ട് പിന്നെ ഇവരെ കീഴടക്കുക എന്നൊക്കെയുള്ള ഡിസൈനാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. അഫ്ഗാനിസ്ഥാൻ്റെ TTA, പാകിസ്ഥാൻ്റെ TTP. അത് തെഹ്രിക്കെ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ, തെഹ്രിക്കെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ TTA, TTP രണ്ട് അവർ സായുധ സംഘടനകളാണ്. വേണമെങ്കിൽ ഭീകരവാദികളെന്ന് പറയാം. അപ്പോൾ TTP ഫലത്തിൽ TTAയെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ പ്രവർത്തന മണ്ഡലം പാകിസ്ഥാനാണ്. അതുകൊണ്ട് TTP എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതും പാകിസ്ഥാന് വലിയൊരു തലവേദനയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബലൂചിസ്ഥാൻ ഈ ലിബറേഷൻ ആർമി ചെയ്തത് നമ്മളുടെ അഫ്ഗാനിസ്ഥാൻ ബോർഡർ മുതൽ ചാബഹാർ തുറമുഖമുണ്ടല്ലോ, നമ്മൾ വാടകയ്ക്കെടുത്ത്, അവിടെ വരെയുള്ള വലിയ ഹൈവേ ഉണ്ട്. ആ ഹൈവേയിൽ 6-7 സ്ഥലത്ത് ശക്തമായ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ സേനയുമായിട്ട്. ആ സേനയിൽ 72 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ആ 72 പേരും പട്ടാളക്കാരൊന്നുമല്ല. ശരിയുമാണ്, സാങ്കേതികമായിട്ട് ശരിയാണ്. അതിൽ 22 പേരോ മറ്റോ പോലീസുകാരാണ്. അങ്ങനെയാണ് ഈ 50-51 ഫിഗറൊക്കെ വരുന്നത്. പോലീസ് മരിച്ച കണക്ക് അത് പാകിസ്ഥാൻ്റെ ആൾക്കാർ മരിച്ച കണക്കായിട്ട് പാകിസ്ഥാൻ കൂട്ടുന്നില്ലെങ്കിൽ സാങ്കേതികമായിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ വലിയ വിഷമത്തിലാണ്. അതിൻ്റെ കൂടെ അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഈ TTAയുടെ തള്ളിക്കയറ്റം, അവരെ സ്വീകരിക്കാനുള്ള TTPയുടെ ഒരുക്കം, ഇതെല്ലാം പാകിസ്ഥാന് വലിയ തലവേദനയായിട്ട് മാറുന്നു. സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ തകർന്നുപോയി. അവർക്ക് IMF 16 ബില്യൺ 16 ബില്യൺ ഡോളർ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിങ്ങനെ തള്ളി കൊണ്ടുപോവാണ്. IMF ഇതിനു മുമ്പും അത് ചെയ്തിട്ടുണ്ട്. IMF എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഫണ്ടാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊക്കെ വിളിക്കുമെങ്കിലും
ആ സാധനം അമേരിക്കയാണ് വേറെ ആരുടെ കയ്യിലാണ് കാശ്. അപ്പോൾ IMF എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നിയന്ത്രിത സ്ഥാപനമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് പാകിസ്ഥാൻ ഇങ്ങനെ പോയി വീഴുമെന്നുള്ള ഘട്ടത്തിൽ ചെറുതായിട്ടൊന്ന് താങ്ങിക്കൊടുക്കും, പിന്നെയും വീഴുമെന്നുള്ള ഘട്ടം വരെയും ചെറുതായിട്ടൊന്ന് താങ്ങിക്കൊടുക്കും. പക്ഷേ ഈ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ലോണൊക്കെ പ്രഖ്യാപിക്കും, 16 ബില്യൺ. ഈ 16 ബില്യൺ പാകിസ്ഥാന് കിട്ടുമെന്നും 1-2 ബില്യൺ അറബ് നേഷൻസിനോടും പാകിസ്ഥാൻ ചോദിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയോട്, അബുദാബിയോടൊക്കെ നമ്മൾ ഒന്ന് സഹായിക്കണം ചേട്ടാ, ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മതത്തിൽപ്പെട്ടവരല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ 1-2 ബില്യൺ അവരും കൊടുത്തു എന്ന് വരും. ഇതാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി. സാമ്പത്തികമായിട്ട് തകർന്നു. രാഷ്ട്രീയമായിട്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഭരണം എന്ന് പറയുന്നത് ഇല്ല. ഏകദേശം എക്കാലത്തും ISIയും പട്ടാളക്കാരും ചേർന്നാണ് പാകിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ നേതൃത്വം ഇങ്ങനെ ഒരു അലങ്കാരത്തിന് ഇരിക്കുകയുള്ളൂ. ഇപ്പോഴും അതുതന്നെയാണ് സ്ഥിതി. ഈ പ്രകൃതിവാതക ധാതു നിക്ഷേപങ്ങൾ ബലൂചിസ്ഥാനിൽ കൂടുതലുണ്ട്. അപ്പോൾ അത് ചൂഷണം ചെയ്യാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ചൈനയാണ് അവിടെ മേഖലയിൽ ഒരു മേധാവിത്വം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറയാൻ ബലൂചിസ്ഥാന് പ്രത്യേകമായ ഒരു ഭരണ സംവിധാനമുണ്ടോ? ബലൂചിസ്ഥാന് ഒരു പ്രവിശ്യ ഗവൺമെൻറ്റൊക്കെ ഉണ്ട്, പക്ഷേ അത് പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണമായ അധീനതയിലാണ്. അതുകൊണ്ടാണ് അവർ ഈ സായുധ പോരാട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. നമ്മളൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും. നമ്മളിതുവരെ അതിൽ ഔദ്യോഗികമായിട്ട് ഇടപെട്ടിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കുന്നുണ്ട് ഇന്ത്യയുടെ കുത്തിത്തിരിപ്പാണ് ബലൂചിസ്ഥാനിലെ ഈ പ്രശ്നത്തിന് കാരണം എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ശരിയാണ് താൻ. നമ്മളുടെ ഇവിടെയുള്ള വളരെ ശക്തമായ ഒരു ലോബി, ബലൂച്ച് സപ്പോർട്ടിംഗ് ലോബി ഇന്ത്യയിലുണ്ട്, ഭാരതീയരുടെ. അവർ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബലൂചിസ്ഥാനിനെ ഒരു ഗവൺമെൻറ് ഇൻ എക്സൈൽ ആയിട്ട് ഡൽഹിയിൽ പ്രഖ്യാപിക്കുക, ബലൂചിസ്ഥാനെ പ്രത്യേക രാഷ്ട്രമായിട്ട് ഇന്ത്യ അംഗീകരിക്കുക, എന്നിട്ട് ഒരു എംബസിയൊക്കെ കൊടുത്ത് അവരെ അവരുടെ കേന്ദ്രം, ഇപ്പോൾ നമ്മളുടെ ഇദ്ദേഹം വന്നിട്ടില്ലേ ദലൈലാമ, ടിബറ്റിൻ്റെ തലവനാണ്, ഭരണത്തലവനാണ് ദലൈലാമ. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലിരുന്നാണ് പ്രവർത്തനങ്ങൾ. ഇതാണ് സങ്കല്പം. അദ്ദേഹത്തിന് ടിബറ്റിലൊന്നും ചെയ്യാനൊന്നും സാധ്യമല്ല, പക്ഷേ താത്വികമായിട്ട് ഇന്ത്യ അത് അംഗീകരിച്ചിരിക്കുന്നു. ഇതുപോലെ ബലൂചിസ്ഥാനിനും ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ഭാരതത്തിലെ പ്രോ ഹിന്ദു ലോബി ആവശ്യപ്പെടുന്നുണ്ട്. അത് വോസിഫറസായിട്ട് പബ്ലിക്കിലും ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ ഗവൺമെൻറ് തലങ്ങളിൽ അവർ ലോബിയിങ് നടത്തുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ബലൂചിസ്ഥാൻ വേർപെടുത്താൻ പറ്റുമെന്നും, ബലൂചിസ്ഥാൻ വേർപെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം സാമ്പത്തിക സ്ഥിതിയും സംഗതിയൊക്കെ വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമെന്നും, പാകിസ്ഥാൻ ക്ഷീണിക്കുമെന്നും, നമ്മളുടെ നേർക്കുള്ള ഈ വേണ്ടാതിനം ഒക്കെ അവസാനിക്കുമെന്നും ഒക്കെയാണ് കണക്കൂട്ടൽ. ഭാഗികമായിട്ട് ആ കണക്കൂട്ടൽ ശരിയാണ്, മുഴുവൻ ശരിയല്ലെങ്കിലും. കാരണം നമ്മൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളും അതിൽ കയറി ഇടപെടും നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മോദി ഒരല്പം വെച്ച് താമസിപ്പിക്കുന്നത്. ഏത് നിമിഷവും അത് സംഭവിക്കാം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒരു 4 കഷ്ണമായിട്ട് തിരിക്കാൻ പറ്റും, ഇപ്പോൾ വിഭജിക്കാൻ പറ്റും. നമ്മളത് ചെയ്യാത്തതാണ്. കാരണം വരട്ടെ, വെറുതെ ഇങ്ങനെ ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മളങ്ങനെ ചെയ്തിട്ട് കാലം കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അതൊരു തലവേദനയായിട്ട് മാറി. ഇപ്പോൾ ഈ പറയണമാതിരി ഇവരെ 4 കഷ്ണമാക്കി കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, നമ്മളുടെ നേർക്കുള്ള ഇത് കുറയും എന്നാണ് നമ്മളുടെ കണക്ക് കൂട്ടൽ. പക്ഷേ അത് ശരിയാവണമെന്നില്ല. 5-10 വർഷത്തേക്ക് ചിലപ്പോൾ ശരിയാവും. അത് കഴിയുമ്പോൾ അതിഭീകരമായിട്ട് വലിയ തലവേദനയായിട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷീണകാലത്ത് ബലൂചിസ്ഥാൻ തലപൊക്കുന്നത് പാകിസ്ഥാനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ്റെ അതിർത്തിയിലൂടെ, ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിലൂടെ പോകുന്ന വാഹനം തടഞ്ഞു നിർത്തിയിട്ട് 10-23 പേരെ വെടിവെച്ച് കൊല്ലുകയാണ്. അവർ പട്ടാളക്കാരോ പോലീസുകാരോ ആണ്, സിവിൽ ഡ്രസ്സിൽ അവർ ആ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക, അങ്ങനെ ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുള്ള കൃത്യമായ സന്ദേശമാണോ പകർന്നു നൽകുന്നത്? അതെ, അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ അരാജകത്വമായിരിക്കും ഫലം. ആ അരാജകത്വത്തിൻ്റെ ഗുണഭോക്താക്കൾ ബലൂചിസ്ഥാൻകാർ തന്നെ ആയിരിക്കും, അല്ല പാകിസ്ഥാൻ അതിൽ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ബെറ്റർ പാകിസ്ഥാൻ ആർമി ബലൂചിസ്ഥാനിൽ നിന്ന് മാറുക. ബാക്കി അവിടെയുള്ളത് ബലൂച്ചികളാണ്, അവിടുത്തെ നാട്ടുകാരാണ്.
പാകിസ്ഥാൻ്റെ പട്ടാളം മാത്രമേ ഉള്ളൂ, പാകിസ്ഥാനികൾ എന്ന് പറയുന്ന ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറി, ഞങ്ങളിവിടെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചോളാം. ഇതാണ് ബലൂചിസ്ഥാൻ്റെ പ്ലെയിനായിട്ടുള്ള ആവശ്യം. ഇത് വേണ്ടെന്നോ വേണമെന്നോ ഒന്നും പറയാനുള്ള ശക്തി പാകിസ്ഥാനിപ്പോൾ ഇല്ല. പാകിസ്ഥാനെ ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ചൈനയാണ് പാകിസ്ഥാനെ കുറച്ചെങ്കിലും മിലിറ്ററിലി സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് തന്നെ വളരെ നിസ്സാരമാണ് താനും. അമേരിക്കയും ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക സഹായം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ആൻ്റണിയും ബ്ലിങ്കനൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു ഷോ കാണിച്ചിട്ട് വരും. അതുകൊണ്ട് പാകിസ്ഥാന് ലോകരാഷ്ട്രങ്ങളിലുള്ള സ്ഥാനമേ നഷ്ടപ്പെട്ടു. ഒരു രാജ്യമായിട്ട് പാകിസ്ഥാന് ഒരു അന്തസ്സ് ഇല്ല ഇപ്പോൾ. അതവരുടെ വലിയ ഗതികേടാണ്. ആരും അവരെ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഈ കള്ളു കുടിച്ച് കണ്ടവൻ്റെ തല്ലുമൊക്കെ വാങ്ങിച്ച് റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിന് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നവനെ കണ്ടിട്ടില്ലേ? അവനപ്പോഴും വലിയ ബോധമൊന്നുമില്ല. ആരുടെ ഇപ്പം തല്ല് വേണമെങ്കിലും കിട്ടും, അവന് തിരിച്ചു തല്ലാനുള്ള ആരോഗ്യവുമില്ല, ഒന്നുമില്ല, കയ്യിൽ കാശുമില്ല. ഇങ്ങനെ ഒരു കളിമുണ്ടും മടക്കി കുത്തി അവശ്യ നിലയിലിരിക്കുന്ന ഒരു തെരുവ് റൗഡിയുടെ സ്റ്റാറ്റസാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. പരമദയനീയമാണ് അവരുടെ കാര്യം. അപ്പോൾ പാകിസ്ഥാനിൽ ഇനി വിഭജിച്ച് ബലൂചിസ്ഥാൻ പുറത്തു വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നാണല്ലേ? ഇല്ല, അത് ഉടനെ ഉണ്ടാവില്ല. കാരണം അതിൽ നമ്മൾ താല്പര്യം എടുക്കുന്നില്ല. നമ്മൾ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് മേ ബി 1 വീക്ക്, ഒരാഴ്ച കൊണ്ട് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാണ്. നമ്മൾ പൊതുവേ ഇത്തരം കാര്യങ്ങൾ തലവയ്ക്കാൻ മടിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മളന്ന് ചെയ്തു എന്ന് വെച്ചാൽ നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. അത് വാസ്തവത്തിൽ ജനറൽ JFR ജേക്കബിൻ്റെ ഒരു കഴിവായിരുന്നു. അത് വേറൊരു ചരിത്രം. ഏതായാലും ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും എന്നുള്ളത് ഉറപ്പാണ്. അത് എപ്പോൾ സ്വതന്ത്രമാകും എന്ന് തീരുമാനിക്കാനുള്ള പ്രധാന ശക്തി ഭാരതമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.